ഹായ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വെബ് ഡിസൈനിങ്ങിനെ പറ്റിയിട്ടാണ് പറയാൻ പോണത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വെബ് സെർവർ, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ പോർട്ട്, DNS സെർവർ, ഇതൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാണ് അല്ലേ. അപ്പോൾ നമ്മൾ വെബ് ഡിസൈനിങ് എന്താണെന്ന് നോക്കാം. വെബ് ഡിസൈനിങ് എന്ന് വെച്ചാൽ എന്താ, പേര് പോലെ തന്നെ ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യുന്നു അല്ലേ. എങ്ങനെ അത് ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് എങ്ങനെ അത് പ്ലാൻ ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കുന്നു, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, വെബ് ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു വെബ്സൈറ്റ് ചെയ്തെടുക്കണം. ഒരു വെബ്സൈറ്റ് എന്തെങ്കിലും ഒരു കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെബ് പേജസ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. വെബ് പേജുകളെല്ലാം കൂടിച്ചേർന്നതാണല്ലോ ഒരു വെബ്സൈറ്റ്. അതുകൊണ്ട് തന്നെ ഒരു വെബ്സൈറ്റ് പൂർണ്ണമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഓരോ വെബ് പേജുകളും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഡിസൈൻ ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ HTML എന്നൊക്കെ പറയുന്ന ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു വെബ്സൈറ്റ് ആകുമ്പോൾ അതിൽ ഹോം പേജ്, അതുപോലെ തന്നെ കോണ്ടാക്റ്റ് അഡ്രസ് പേജ്, ലിങ്കുകൾ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ടാണെങ്കിൽ അതിൻ്റെ പേജ്, അങ്ങനെ കുറേ പേജസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതെല്ലാം ലിങ്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഒരു വെബ്സൈറ്റ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു HTML യൂസ് ചെയ്തിട്ടായിരിക്കും വെബ് പേജുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിലുള്ള ഓരോ ടാഗുകളും ആട്രിബ്യൂട്ട്സുകളൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വെബ് പേജ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വെബ് പേജസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. എന്താണ് വെബ് പേജ് എന്ന് മനസ്സിലായല്ലോ. വെബ് പേജ് എന്ന് വെച്ചാൽ എന്താ, ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ എല്ലാം പേജസുകളായിട്ടാണ് അല്ലേ. അതായത് ഇൻ്റർനെറ്റിൽ നമുക്ക് എന്താ സെർച്ച് ചെയ്യാൻ പറ്റുമ്പോൾ, അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് എല്ലാം നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന എല്ലാം വെബ് പേജുകളുടെ രൂപത്തിലാണ്. അപ്പോൾ ഇതാണ് വെബ് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെബ് പേജ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്റ്റാറ്റിക് വെബ് പേജസും ഉണ്ട്, 2 ഡൈനാമിക് വെബ് പേജസും ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും. നമുക്ക് സിംപ്ലി അതെന്താണെന്ന് പറഞ്ഞുതരാം. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്കിൽ നമുക്ക് ആദ്യം സ്റ്റാറ്റിക് എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇവിടെ എന്താ, ഒരു ക്ലയൻറ്റ് കമ്പ്യൂട്ടർ ഉണ്ട്, ഒരു വെബ് സെർവർ ഉണ്ട് അല്ലേ. അതായത് സ്റ്റാറ്റിക് വെബ് പേജിൻ്റെ ഇതിലും ഡൈനാമിക് വെബ് പേജിൻ്റെ റിക്വസ്റ്റിലും 2 സർക്കിൾ ചെയ്തിട്ട് 2 ഡയഗ്രാം തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ സ്റ്റാറ്റിക് ആയിട്ടും രണ്ടാമത് ഉള്ളത് ഡൈനാമിക് ആയിട്ടും എടുക്കുക. സ്റ്റാറ്റിക്കിൽ ഒരു കമ്പ്യൂട്ടർ, ഇപ്പോൾ ഞാൻ ഒരു സ്കൂളിൻ്റെ വെബ്സൈറ്റ് നോക്കുകയാണ്. ആ സ്കൂളിൻ്റെ ABC എന്നാണ് പേരെങ്കിൽ ABC സ്കൂളിൻ്റെ വെബ്സൈറ്റ് ഞാൻ നോക്കി, എല്ലാ പേജസുകളും നോക്കി. അതിൽ ഫസ്റ്റിനൊരു ഹോം പേജ് ഉണ്ട്, പിന്നെ ഒരു അഡ്രസ്സിൻ്റെ പേജ് ഉണ്ട്, എബൌട്ട് സെക്ഷൻ ഉണ്ട്, ഇമേജസിൻ്റെ പേജ് ഉണ്ട്. അങ്ങനെ എല്ലാ പേജുകളും വെബ്സൈറ്റുകളും നോക്കി. അത് കഴിഞ്ഞ് കുറേ നാൾക്ക് ശേഷം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞാനത് എടുത്ത് നോക്കുമ്പോൾ എന്താ ഉണ്ടാവുക, എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ അതിൽ. ഞാൻ നേരത്തെ കണ്ടത് എന്താണോ അത് തന്നെ ആയിരിക്കും ഇതിൽ കാണുക അല്ലേ. അതാണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുന്നത്. നമ്മളെപ്പോൾ എടുത്ത് നോക്കിയാലും ആ വെബ് പേജിലുള്ള കണ്ടൻറ്റുകൾ അതുപോലെ തന്നെ ഉണ്ടാവും. എപ്പോഴാണോ അത് ഡിസൈൻ ചെയ്തിട്ടുള്ള ആൾ അതിലുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ മാറ്റുന്നത്, കണ്ടൻറ്റും ലേഔട്ടൊക്കെ എപ്പോഴാണോ മാറ്റുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് ആ മാറ്റം കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ എടുത്ത് നോക്കിയാലും ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വെബ് പേജ് എപ്പോഴും അതുപോലെ തന്നെ ഇരിക്കും. അത്തരത്തിലുള്ള വെബ് പേജുകളെയാണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയാം. മനസ്സിലായോ? ക്ലയൻറ്റ് കമ്പ്യൂട്ടർ വെബ് സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് അയക്കുന്നു. വെബ് സെർവർ ആ റിക്വസ്റ്റിൻ്റെ വെബ് പേജിനെ നമുക്ക് തിരിച്ചയച്ചു തരുന്നു. ഇത് എപ്പോൾ തിരിച്ചയച്ചാലും എന്തായിരിക്കും, സെയിം കണ്ടൻറ്റിൻ്റെ ഏരിയയിൽ കാണുക. അത്തരത്തിലുള്ള വെബ്സൈറ്റാണ് സ്റ്റാറ്റിക് വെബ്സൈറ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് വെബ് പേജ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വേറൊരു എക്സാമ്പിൾ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഷോപ്പ്, ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എന്തെങ്കിലും ഒരു വലിയൊരു ഷോപ്പോ എന്തെങ്കിലും ഫെമിലിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വെബ് പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കുമ്പോഴും
കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴും കാണുന്ന കണ്ടൻറ്റ് സെയിം തന്നെയാണ്. ആ വെബ്സൈറ്റിന് വേറെ മാറ്റമൊന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ ആ വെബ് പേജിന് വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അത്തരത്തിലുള്ള പേജുകളാണ് നമ്മൾ എന്താ പറയുന്നത്, സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുന്നത്. ഇനി ഡൈനാമിക് വെബ് പേജ് ആകുമ്പോഴോ, ഇവിടെ ഉള്ള ഈ സർക്കിൾ നോക്കുക. ഇതിൽ ക്ലയൻറ്റിൻ്റെ കമ്പ്യൂട്ടർ വെബ് സെർവറിലേക്ക് ഇന്ന വെബ് പേജ് വേണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് അയക്കുന്നു. ആ വെബ് സെർവർ എന്ത് ചെയ്യുന്നു, ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡാറ്റാബേസിൽ പോവും, അതിലുള്ള ഇന്ന ആളുടെ ആണോ വെബ് പേജ് എന്നുള്ളത് നോക്കും, എന്നിട്ട് തിരിച്ചയക്കും അല്ലേ. ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഡൈനാമിക് എന്ന് പറയുമ്പോൾ ഡൈനാമിക് വെബ് പേജസ് ഡാറ്റാബേസുകളെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഓതൻറ്റിക്കേഷൻ കാര്യങ്ങളൊക്കെ നടക്കുക. ഇപ്പോൾ ഓരോരുത്തർക്കും ഇപ്പോൾ ഫേസ്ബുക്ക്, ചെറുതായിട്ട് പറയുകയാണെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം എന്തെങ്കിലും ഒന്ന് പറയാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ലോഗിൻ ചെയ്ത് കയറി, വേറൊരാൾ അവരുടെ ഇൻസ്റ്റഗ്രാമിലും ലോഗിൻ ചെയ്ത് കയറി. ഞാൻ കാണുന്ന കണ്ടൻ്റ് ആയിരിക്കില്ല അവർ കാണണേ അല്ലേ, അവർ കാണാനായിരിക്കില്ല ഞാൻ കാണണേ. പിന്നെ ഞാൻ ഇപ്പോൾ കണ്ട കണ്ടൻ്റ് ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഡാറ്റാബേസുകളെ കണക്ട് ചെയ്തിട്ടുള്ള വെബ് പേജുകളെയാണ് എന്ത് പറയുന്നത്, ഡൈനാമിക് വെബ് പേജസ് എന്ന് പറയാം. അത് ഓരോ പ്രാവശ്യവും കണ്ടൻറ്റും ലേഔട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതാണ് ഡൈനാമിക് വെബ് പേജ്. ഇപ്പോൾ സ്റ്റാറ്റിക് ആണെങ്കിലോ, ഞാനിവിടെ എടുത്ത് നോക്കുന്ന വെബ് പേജും വേറൊരാൾ അവിടെ എടുത്ത് നോക്കുമ്പോൾ കാണുന്ന വെബ് പേജും സെയിം തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഡൈനാമിക് വെബ് പേജുകൾ അങ്ങനെയല്ല, അത് കണ്ടൻറ്റ് ലേഔട്ട് മാറിക്കൊണ്ടിരിക്കും. ഇതാണ് ഡൈനാമിക് വെബ് പേജ്. ഇനി നമുക്ക് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. മെയിൻലി സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിൾ തന്നെ നിങ്ങൾക്ക് പഠിച്ചാൽ മതി, സെറ്റാണ്. അപ്പോൾ സ്റ്റാറ്റിക് വെബ് പേജ് എന്താണെന്ന് നോക്കാം. ദ കണ്ടൻറ് ആൻഡ് ലേഔട്ട് ഓഫ് എ വെബ് പേജ് ഈസ് ഫിക്സഡ്. സ്റ്റാറ്റിക് വെബ് പേജുകളിൽ കണ്ടൻറ്റും ലേഔട്ടും ഫിക്സഡ് ആയിരിക്കും. ഡൈനാമിക് വെബ് പേജിൽ ദ കണ്ടൻറ് ആൻഡ് ലേഔട്ട് മേ ചേഞ്ച് ഡ്യൂറിങ് റൺ ടൈം. റൺ ടൈമിൽ ആ ഡൈനാമിക് വെബ് പേജിലുള്ള കണ്ടൻറ്റ് ലേഔട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. സ്റ്റാറ്റിക്കിൽ ഫിക്സഡ് ആയിരിക്കും, ഡൈനാമിക്കിൽ മാറിക്കൊണ്ടിരിക്കും. ഇതാണ്. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് എന്താ, സ്റ്റാറ്റിക് വെബ് പേജ് നെവർ യൂസസ് ഡാറ്റാബേസസ്. സ്റ്റാറ്റിക് വെബ് പേജുകളിൽ ഡാറ്റാബേസസിനെ യൂസ് ചെയ്യുന്നതേ ഇല്ല. അപ്പോൾ ഡൈനാമിക്കോ, ഡാറ്റാബേസസ് യൂസ്ഡ് ടു ജനറേറ്റ് ഡൈനാമിക് കണ്ടൻറ് ത്രൂ ക്വറീസ്. ഡൈനാമിക് വെബ് പേജുകൾ ഡാറ്റാബേസുകളെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഡിഫറൻസ്, സ്റ്റാറ്റിക് വെബ് വെബ് പേജസ് ഡയറക്ട്ലി റൺ ഓൺ ദി ബ്രൗസർ ആൻഡ് നോട്ട് റിക്വയർ എനി സർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. സ്റ്റാറ്റിക് വെബ് പേജുകൾ ബ്രൗസർ സൈഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് സ്പെഷ്യലി ഒരു സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി ഡൈനാമിക് വെബ് പേജ് റൺസ് ഓൺ ദി സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആൻഡ് ഡിസ്പ്ലേസ് ദി റിസൾട്ട്. ഡൈനാമിക് വെബ് പേജുകൾ എല്ലായ്പ്പോഴും ഒരു സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാറ്റിക് വെബ് പേജിന് ഒരു സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം വേണ്ട. ഡൈനാമിക് വെബ്സൈറ്റിന് അല്ലെങ്കിൽ വെബ് പേജിന് ഒരു സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആവശ്യമാണ്. ഇനി നെക്സ്റ്റ് ഡിഫറൻസ്, സ്റ്റാറ്റിക് വെബ് പേജസ് ആർ ഈസി ടു ഡെവലപ്പ്. സ്റ്റാറ്റിക് വെബ് പേജുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഈസിയാണ്. എന്ന് വെച്ചാൽ കൂടുതൽ ഡാറ്റാബേസും കാര്യങ്ങളും കണക്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു HTML കോഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സിംപ്ലി ഒരു സ്റ്റാറ്റിക് വെബ് പേജ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഡൈനാമിക് വെബ് പേജ് ഡെവലപ്മെൻറ്റ് റിക്വയർഡ് പ്രോഗ്രാമിംഗ് സ്കിൽസ്. ഡൈനാമിക് വെബ് പേജുകൾ ഡാറ്റാബേസ് കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് പ്രോഗ്രാമിംഗ് സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ, അതായത് ഒരു ബാക്ക് എൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡൈനാമിക് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് സ്റ്റാറ്റിക്കും ഡൈനാമിക് വെബ് പേജും തമ്മിലുള്ള ഡിഫറൻസ്. ഈ ടേബിൾ തന്നെ പഠിക്കുക, എന്നിട്ടത് മാർക്കിനനുസരിച്ച് എഴുതുക. ഇത്രയാണ് പോയിൻ്റ് ഔട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് നമ്മളുടെ സ്ക്രിപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1 വേർഡും 2 മാർക്സൊക്കെ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് എന്താണെന്ന് നോക്കാം. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു HTML പ്രോഗ്രാം എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. HTML ടാഗുകൾ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഇപ്പം അല്ല, ഈ ചാപ്റ്റേഴ്സ് കുറച്ചും കൂടെ നീങ്ങുമ്പോൾ നമ്മൾ
എന്താണ് HTML കോഡ് എന്നൊക്കെ നമ്മൾ പഠിക്കും. പ്രോഗ്രാം എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഒരു HTML പേജിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതുന്ന വേറൊരു ടൈപ്പ് കോഡ്, അതിനെയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുക. കൂടുതലായിട്ടും HTML പേജിൻ്റെ ഉള്ളിൽ എഴുതുന്ന അല്ലെങ്കിൽ HTML കോഡിൻ്റെ ഉള്ളിൽ എഴുതുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് പ്രോഗ്രാം കോഡിനെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറയുക. സ്ക്രിപ്റ്റ്സ് ആർ പ്രോഗ്രാം കോഡ്സ് റിട്ടൺ ഇൻസൈഡ് HTML പേജസ്. ഇനി നമുക്ക് നോട്ട് പാഡ് ഉപയോഗിച്ചോ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെക്സ്റ്റ് എഡിറ്റർ, നോട്ട് പാഡ് പോലെയുള്ള ടെക്സ്റ്റ് എഡിറ്ററൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ക്രിപ്റ്റൊക്കെ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ HTML കോഡുകളൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, ഈ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് ജാവാസ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, PHP, പേൾ മുതലായ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. മനസ്സിലായോ? നമുക്ക് കൂടുതലും ഡൈനാമിക് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ്? ജാവാസ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, PHP, പേൾ, ഇത്രയും സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് ഉള്ളത്. അപ്പോൾ സ്ക്രിപ്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. HTML കോഡിൻ്റെ ഉള്ളിൽ എഴുതുന്ന പ്രോഗ്രാം കോഡിനെയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുക. അത് ജാവാസ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, PHP, പേൾ പോലെയുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഇനി പറയാനുള്ളത്, ഒരു HTML പേജിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ സ്ക്രിപ്റ്റ് ഇത്ര മുതൽ ഇത്ര വരെയുള്ള കോഡാണ് സ്ക്രിപ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റണ്ടേ? അതിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുക. സ്ക്രിപ്റ്റ് ഓപ്പണിംഗ് സ്ക്രിപ്റ്റ് ടാഗ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കോഡ് എന്താണെന്ന് എഴുതുക, അത് സ്ക്രിപ്റ്റ് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുക. ഈ രണ്ട് ടാഗുകൾ, ഓപ്പണിംഗ് സ്ക്രിപ്റ്റും ക്ലോസിംഗ് സ്ക്രിപ്റ്റ് ടാഗും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ക്രിപ്റ്റ് കോഡ് HTML പേജിൻ്റെ ഉള്ളിൽ എഴുതുന്നത്. ഇനി സ്ക്രിപ്റ്റിൻ്റെ മെയിൻ ആട്രിബ്യൂട്ട്സ് ആണ് ടൈപ്പും SRCയും. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗിൻ്റെ മെയിൻ ആട്രിബ്യൂട്ട്സ് ആണ് ടൈപ്പ് ആൻഡ് SRC. ഇനി ടൈപ്പും SRCയും ഒക്കെ എന്താണെന്ന് പറയാം. ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്, ജാവാസ്ക്രിപ്റ്റ് ആണോ VB സ്ക്രിപ്റ്റ് ആണോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് ഉള്ളത്. അപ്പോൾ ടൈപ്പ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ സ്ക്രിപ്റ്റ് ജാവാസ്ക്രിപ്റ്റ് ആണ്. അല്ലെങ്കിൽ ടൈപ്പ് ഈക്വൽ ടു ഏതാണോ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുക. ഇനി SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് സോഴ്സ് കോഡ് എന്തെങ്കിലും കൊടുക്കുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫയൽ അറ്റാച്ച് ചെയ്ത് ഈ സ്ക്രിപ്റ്റിൻ്റെ കൂടെ വെക്കുന്നുണ്ട്, ലിങ്ക് ചെയ്ത് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു എക്സ്റ്റേണൽ ഫയലിനെ സോഴ്സ് ഫയലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഇത്രയാണ് സ്ക്രിപ്റ്റ്. ഇനി നമുക്ക് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഇനി പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രേ പറയണുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളൊക്കെ അടുത്ത മുതൽ തുടങ്ങാം.